ചാലക്കുടി മണ്ഡലത്തിൽ 1750 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന സിറ്റിംഗ് എം.പി. ഇന്നസെന്റിന്റെ അവകാശവാദത്തിനെതിരെ UDF എംഎൽഎമാരായ റോജി എം ജോണും അൻവർ സാദത്തുമാണ് LDF സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് എംഎൽഎമാർ അറിയിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി നടപ്പിലാക്കാൻ വിഭാവനം ചെയ്ത പദ്ധതികളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വികസന രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് UDF ആരോപണം. അങ്കമാലി ബൈപ്പാസ്, പെരുമ്പാവൂർ ബൈപ്പാസ്, സീപോർട്ട് എയർപോർട്ട് റോഡ്, അതിരപ്പള്ളി കുടിവെള്ള പദ്ധതി എന്നിവയെല്ലാം കിഫ്ബി പദ്ധതികളാണ്. ഇതിൽ MP-ക്ക് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. എന്നാൽ നിലവിലെ MP ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് UDF ആരോപിക്കുന്നത്. MP-മാരെ പ്രധാനമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ്. സംസ്ഥാനത്തെ പദ്ധതിയുടെ അവകാശവാദം ഉന്നയിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ MP ആയിരിക്കും ശ്രീ ഇന്നസെന്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 1750 കോടിയുടെ വികസനം ശ്രീ ഇന്നസെന്റ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 200 കോടിയുടെ 100 കോടിയുടെ പദ്ധതികൾ ചാലക്കുടി മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാമോ? അതിൻ്റെ ചിത്രം വെച്ചിട്ട് ഒരു ലഘുലേഖ അടിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ചത് എന്തിനാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് സംശയമുണ്ട്. ശബരിപാത 4 മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദ്ധതിയാണ്. ഇതിനായി ബജറ്റിൽ വിലയിരുത്തിയ 527 കോടിയുടെ പിതൃത്വം ഏറ്റെടുക്കാനും MP ശ്രമിക്കുകയാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും UDF വ്യക്തമാക്കി. മീഡിയ 1 കൊച്ചി.